ഹായ് ഡിയർ സ്റ്റുഡൻസ്. പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഏത് കോഴ്സാണ് എടുക്കുന്നത് എന്നുള്ളത് പല ആളുടെയും ഡൗട്ടാണ്. സോ നിങ്ങൾ കൊമേഴ്സ് മേഖലയിലാണ് ഒരു ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ വീഡിയോ കുറച്ച് ലെങ്ത് ആയിരിക്കും, പക്ഷെ നിങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഫുൾ ഡീറ്റെയിൽ ഫീസ്, സ്ട്രക്ചർ, ഡിമാൻഡ്, എവറിഥിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് അടക്കാം. സോ നമുക്കറിയാം ചാർട്ടേഡ് അക്കൗണ്ടന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, പല മൂവീസിലായിട്ടും അല്ലാതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചാർട്ടേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഹൈലി ഡിമാൻഡ് ഉള്ള ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണ് CA എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ICI എന്ന് പറയുന്ന ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു എക്സാംസും ഇതിന്റെ എവറിഥിങ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇനി CAയിലോട്ട് കടക്കാൻ നമുക്ക് രണ്ട് വഴിയുണ്ട്. ഫസ്റ്റ് പറയുന്നത് ത്രൂ ഫൗണ്ടേഷൻ റൂട്ട് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. ഈ ഫൗണ്ടേഷൻ റൂട്ടിൽ നമ്മൾ പ്ലസ് ടുവിന് ശേഷമാണ് ഫൗണ്ടേഷൻ വഴി നമ്മൾ എൻട്രി ചെയ്യുക. നിങ്ങൾക്ക് പ്ലസ് ടുവിന് ശേഷം CAയിലോട്ട് എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും ഉണ്ട്, ത്രൂ ഡയറക്റ്റ് എൻട്രി എന്ന് പറയും. എന്താ ഡയറക്റ്റ് എൻട്രി എന്ന് പറഞ്ഞാൽ, ആഫ്റ്റർ നിങ്ങളുടെ ഗ്രാജുവേഷൻ, നിങ്ങൾ ഗ്രാജുവേഷന് ശേഷം നിങ്ങൾക്ക് CAയിലോട്ട് എൻട്രി ചെയ്യാം. ഈ രണ്ട് വഴികളാണ് CAയിലോട്ട് എൻട്രി ചെയ്യാനുള്ള രണ്ട് വഴികൾ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ടുവിന് ശേഷം എങ്ങനെയാണ് CAയിലോട്ട് വരുന്നത് നോക്കാം. സോ പ്ലസ് ടുവിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു എന്തായിരിക്കും പാസ്സായിട്ടിരിക്കണം. പ്ലസ് ടു പാസ്സായ നിങ്ങൾ ഒന്നല്ലെങ്കിൽ സയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആവും. ഏത് സ്ട്രീമാന്നുള്ളത് ഒരു മാറ്റർ അല്ല, നിങ്ങൾ പ്ലസ് ടു പാസ്സായാൽ മതി. അതിനുശേഷം നമുക്ക് 3 സ്റ്റെപ്പുകളിലായിട്ടാണ് CA നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ CA ഫൗണ്ടേഷൻ, CA ഇന്റർമീഡിയറ്റ്, CA ഫൈനൽ. ഈ 3 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ CA കോഴ്സ് അവസാനിക്കും. ഓക്കെ, യെസ്. ഇനി CA ഫൗണ്ടേഷൻ എങ്ങനെയാണ്? CA ഫൗണ്ടേഷനിൽ 4 പേപ്പറാണുള്ളത്. ഓക്കെ, 4 പേപ്പേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പേപ്പർ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ, ബിസിനസ് എക്കണോമിക്സ്. അക്കൗണ്ടിങ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നമുക്ക് എന്താ പറയുക കുറച്ച് മാത്സും ഒക്കെ ആയിട്ട് ഡിവൈഡുള്ള എന്താ പറയുക അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഫെമിലർ ആയിട്ടുള്ള. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ലോസ്, നിയമങ്ങളും കാര്യങ്ങളാണ്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് തന്നെ 3 വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ അതിന് 3 പാർട്ടായിട്ട് മാറ്റി തിരിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ്. മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് പ്ലസ് ടു സയൻസ് ആണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. പ്ലസ് ടുവിൽ സയൻസിൽ മാത്സ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് ടുത്തെ മാത്സ് ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയാ ലോജിക്കലി നമ്മുടെ ലോജിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞ പാട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ സയൻസ് ആണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മാത്സ് എന്ന് പറഞ്ഞ ഏരിയ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ കൊമേഴ്സ് ആണ് പ്ലസ് ടു എടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൽ ഒന്നുകൂടെ പഠിക്കാൻ എളുപ്പമുണ്ടാവും. കാരണം പ്ലസ് ടുവിൽ നിങ്ങൾ ആൾറെഡി അക്കൗണ്ട്സ് നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, എക്കണോമിക്സ് നിങ്ങൾക്ക് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും നിങ്ങൾ പ്ലസ് ടുവിൽ കൊമേഴ്സ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ. ഇനി അതിനർത്ഥം ബാക്കിയുള്ളവർക്ക് ഇതിൽ എൻട്രി ചെയ്യാൻ പറ്റുമെന്നല്ല. CA ഏറ്റവും കൂടുതൽ പാസ്സാവുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളെ CA ഏറ്റവും കൂടുതൽ പാസ്സാവുന്നത്. അതായത് നിങ്ങൾ സയൻസ് എന്ന് വന്നാലും ഹ്യൂമാനിറ്റീസിന് വന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല. CA ഫൗണ്ടേഷനിൽ ഫ്രം ബേസിക്സ് തൊട്ട് എന്തുണ്ട്, നമ്മുടെ സിലബസ് ഉണ്ട്. ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫ്രം ബേസിക്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു പ്രശ്നമല്ല. ഓക്കെ, നിങ്ങൾ ആൾറെഡി പഠിച്ച് അതിന് ഒരു ഫെമിലാരിറ്റി കിട്ടുമെന്ന് മാത്രം. അത് മാത്രമാണ് നിങ്ങൾ കൊമേഴ്സോ സയൻസോ എടുക്കുന്ന അഡ്വാൻറ്റേജ്. സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്സിൽ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ട്സിലും എക്കണോമിക്സിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടും. ബിസിനസ് ലോ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഓക്കെ, യെസ്. ഇനി എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഇതിൽ 2 MCQ ആണ്. നോക്കിക്കോ, ഇതില് നമ്മുടെ ഈ മൂന്നാമത്തെ പേപ്പറും 4ാമത്തെ പേപ്പറും എന്ന് പറയുന്നത് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങും ലോയും ആണ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ 3, 4 എന്താ പറയാ MCQ ആണ്. അതുപോലെ തന്നെ
1ഉം 2ഉം എന്താണ് ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന എക്സാം. ഓക്കെ, ഇനി എങ്ങനെയാണ് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? ഇതിൽ ഓരോന്നിലും 100 മാർക്സ് ആണ് ഉണ്ടാവുക. എല്ലാ പേപ്പറിനും 100 മാർക്സ്. അങ്ങനെ ടോട്ടൽ അപ്പൊ CA ഫൗണ്ടേഷന് കിട്ടേണ്ട മാർക്ക് എത്രയാണ്? 400 അല്ലെ? 4 പേപ്പറിലായിട്ട് 100 വെച്ച് 400 മാർക്ക്. പക്ഷെ നമുക്ക് പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു പേപ്പറിൽ പാസ്സാവാൻ 40 മാർക്ക് കിട്ടണം. ഒരു പേപ്പറിൽ പാസ്സാവാൻ എത്ര കിട്ടണം? 40. പ്ലസ് നമ്മുടെ ടോട്ടൽ നമ്മൾ 4 പേപ്പറിലും പാടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 200 വരും വേണം. അതായത് 50% മാർക്ക് വരും വേണം. മനസ്സിലായോ? ഇതാണ് പാസിംഗ് ക്രൈറ്റീരിയ CA ഫൗണ്ടേഷൻ. CA ഫൗണ്ടേഷനിൽ മാത്രമല്ല, നമ്മുടെ CA ഇന്റർമീഡിയറ്റിലാണെങ്കിലും CA ഫൈനലിലാണെങ്കിലും പാസിംഗ് ക്രൈറ്റീരിയ ഇതാണ്. അതായത് ഓരോ പേപ്പറിലും 40% മാർക്ക്, അതായത് 40 മാർക്കും അഗ്രിഗേറ്റ് കൂട്ടുമ്പോൾ എത്ര മാർക്കും വരണം? 50% വേണം. അതായത് ഇതിൽ 200 മാർക്കും വേണം. 200 200ൽ കൂടുതൽ. ഇതാണ് CA ഫൗണ്ടേഷൻ. ഓക്കെ, ഇനി CA ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ CA ഇന്റർമീഡിയറ്റിലോട്ട് വരും. CA ഇന്റർമീഡിയറ്റിൽ 2 ഗ്രൂപ്പുകളായിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അതായത് 6 പേപ്പറാണുള്ളത്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പ് 1ൽ 3 പേപ്പറും രണ്ടാമത്തെ ഗ്രൂപ്പ് 2ൽ 3 പേപ്പറും. ഗ്രൂപ്പ് 1ൽ ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ്സ് ആൻഡ് അതർ ലോസ്, അതായത് ബിസിനസ് ലോ നമ്മൾ CA ഫൗണ്ടേഷനിൽ പഠിച്ചില്ല, അതിന്റെ ബാക്കി നമ്മൾ ഇവിടെ പഠിക്കും. പിന്നെ ടാക്സേഷൻ, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. പിന്നെ ഗ്രൂപ്പ് 2ൽ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓഡിറ്റ് ആൻഡ് എത്തിക്സ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഇത്രയും പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് സ്കിപ്പ് ചെയ്യാം. ഓരോ പേപ്പറും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാവുന്നതാണ്. ഇതിൽ മാത്സ് വരുന്നുണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. മാത്സ് വരുന്നത് CA ഫൗണ്ടേഷനിൽ മാത്രമേ വരുന്നു. അതിനുശേഷം പിന്നെ മാത്സ് എന്നൊരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, പല ആളുകളും മാത്സ് പേടിച്ചിട്ടൊക്കെ CAയിലോട്ട് എൻട്രി ചെയ്യാത്ത ആളുകളുണ്ട്. മാത്സിന് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ആണല്ലോ? യെസ്. അതിനുശേഷം ഇതിന്റെ പാസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് എത്ര കിട്ടണം? 40 മാർക്കും. ഇപ്പൊ ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് എന്തായിരിക്കും അല്ലെ? 3 പേപ്പർ എന്ന് പറയുന്നത് 300ലായിരിക്കും. അതിന്റെ അഗ്രിഗേറ്റ് എത്ര വരും വേണം? 150 വരും വേണം. അതായത് അഗ്രിഗേറ്റ് പറഞ്ഞാൽ എല്ലാം കൂടെ ആ പേപ്പറത്തെ ആ ഗ്രൂപ്പ് 1ൽ ആഡ് ചെയ്യുമ്പോൾ 150 വരും വേണം. ഓരോ പേപ്പറിലും എത്ര കിട്ടണം? 40 മാർക്ക് കിട്ടും. ഓക്കെ, ഇതുപോലെ തന്നെ ഗ്രൂപ്പ് 2ലും എന്ന് പറയുന്നത്. ഇനി അതിന്റെ ശേഷം ഈ +2 എന്താ പറയുക, ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ITT ഓറിയന്റേഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സ്കിൽ ഡെവലപ്പിംഗ് പ്രോഗ്രാം ഉണ്ട്. ഓറിയന്റേഷൻ ITT. ഓക്കെ, ഇതൊരു 15 ഡേയ്സിലെ പ്രോഗ്രാംസ് ആണ്. ഓക്കെ, 15 ഡേയ്സ് അപ്രോക്സിമേറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു 1 മന്ത് കോഴ്സ്. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, അതിനുശേഷം ITT ഓറിയന്റേഷൻ ചെയ്തു. അത് നിങ്ങളുടെ ICA ഭവൻ വഴിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ 15 ഡേയ്സ് അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ. ഓക്കെ, യെസ്. ചെറിയൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ സിമ്പിൾ ആയിരിക്കും. ഇതിന് ശേഷമാണ് നിങ്ങളുടെ ആർട്ടിക്കിൾഷിപ്പ് വരുന്നത്. പിന്നെ അതിന് ശേഷമാണ്, അപ്പോൾ സോഫ്റ്റ് സ്കിൽ ഡെവലപ്പിംഗ് പ്രോഗ്രാം കഴിഞ്ഞു. അതിനുശേഷമാണ് ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത്. ആർട്ടിക്കിൾഷിപ്പ് പുതിയ ആർട്ടിക്കിൾഷിപ്പ് പറഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് ആണ്. നമ്മുടെ ഇത്രയും കാലം നമ്മൾ പഠിച്ചുള്ള CA ഇന്റർമീഡിയറ്റിലൊക്കെ പഠിച്ചുള്ള ട്രെയിനിങ്. ഓക്കെ, അതെന്ന് പറയുന്നത് 2 ഇയർ ആണ്. ഫസ്റ്റ് അത് 3 ഇയർ ആയിരുന്നു. ഇപ്പൊ അത് എത്ര ആയിട്ടുണ്ട്? 2 ഇയർ ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. അതിൽ 2 ഗ്രൂപ്പ് എന്ത് ചെയ്യണം? പാസ്സാവണം. CA ഇന്റർമീഡിയറ്റിൽ ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം പാസ്സാവണം. ഓക്കെ, യെസ്. അത് ഏതെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന CAയുടെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഇന്റർമീഡിയറ്റിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആർട്ടിക്കിൾഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു 2 ഇയർ. അതിനുശേഷം ഒരു 6 മന്ത്സ് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞതിന് ശേഷം 6 മന്ത്സ് എന്ത് ചെയ്യണം? സ്റ്റഡി പീരീഡ് ഉണ്ട്. അതായത് CA ഫൈനലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം 6 മാസത്തിന് ശേഷം, അത് ആർട്ടിക്കിൾഷിപ്പ് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം നിങ്ങൾക്ക് CA ഫൈനൽ എക്സാം എഴുതാം. അതിലും ഗ്രൂപ്പ് 1ഉം ഉണ്ട്, ഗ്രൂപ്പ് 2ഉം ഉണ്ട്. സെയിം ക്രൈറ്റീരിയ, പാസിംഗ് ക്രൈറ്റീരിയ. പേപ്പറുകൾ ഇവിടെ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. പാസിംഗ് ക്രൈറ്റീരിയ എന്താണ്? മിനിമം 40%ഉം അഗ്രിഗേറ്റ് 50%ഉം. അതിനുശേഷം പിന്നെ ഈ ITT ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് പ്രോഗ്രാം വീണ്ടും വരുന്നുണ്ട്. അതും ഏകദേശം വീണ്ടും ഒരു 1 മന്ത് പ്രോഗ്രാം ഉണ്ടാവും. ഓക്കെ, യെസ്. അതുകൂടെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നിങ്ങളുടെ CA എന്ന് പറയുന്ന കരിയർ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇതിന്റെ ഇതാണ് നിങ്ങളുടെ ഒരു ജേണി എന്ന് പറയുന്നത്. CA ജേണി എന്ന് പറയുന്നത് ഇങ്ങനെയാ പോകുന്നത്. ഇതാണ് +2ന് ശേഷം. ഇനി ഞാൻ പറഞ്ഞു ഡയറക്റ്റ് എൻട്രി, ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് CAയിലോട്ട് എൻട്രി ചെയ്യാം.
അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ വിത്ത് കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 55% മാർക്ക് വേണം. ഗ്രാജുവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് BCom പോലുള്ള കോഴ്സസ് ആണ് നിങ്ങൾ ഡിഗ്രി എടുത്തതെന്നുണ്ടെങ്കിൽ 55%, വേറെ ഏതെങ്കിലും ഡിഗ്രി എടുത്താലും നിങ്ങൾക്ക് വേണം. സപ്പോസ് മാത്തമാറ്റിക്സോ BSc മാത്തമാറ്റിക്സോ ഏതെങ്കിലും എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് അതിന് ശേഷവും നിങ്ങൾക്ക് CA എൻ്റർ ചെയ്യാൻ പറ്റും. എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം? 60% മാർക്ക് വേണം. ഓക്കെ ആണല്ലോ. പിന്നെ അപ്പൊ ഈ ഒരു CA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇന്റർമീഡിയറ്റും ഫൈനലും ഒക്കെ പ്രൊസീജിയർ സെയിം ആണ്. മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി ഇതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇനി ഡ്യൂറേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, CA ഫൗണ്ടേഷന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 4 മാസം, 4 months പ്ലസ് എന്താ പറയാ നമ്മുടെ എക്സാമും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട് ഒക്കെ വരാൻ വേണ്ടി നമുക്കൊരു 6 months എന്ത് ചെയ്യാം, നമുക്ക് കണക്കാക്കാം. CA ഫൗണ്ടേഷൻ കഴിയാൻ വേണ്ടിയിട്ട് എത്ര മാസം വേണം? 6 മാസം. അടുത്തത് CA ഇന്റർമീഡിയറ്റ് ആണ്. CA ഇന്റർമീഡിയറ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 മാസം. ഓക്കെ, യെസ്. പ്ലസ് ഒരു 2 months റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ എത്ര വരും? 8 months. പിന്നെ ഞാൻ പറഞ്ഞു ITT ഓറിയന്റേഷൻ ഉണ്ടാവും, അതും എത്ര വരും? ഒരു 1 month. ഓക്കെ, യെസ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? 2 year ആർട്ടിക്കിൾഷിപ്പ്. ഓക്കെ, ആർട്ടിക്കിൾഷിപ്പ് എത്ര വരും? 2 year എന്ന് പറയുമ്പോൾ 24 months. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു? 6 months എന്ത് സ്റ്റഡി പീരീഡ്. ഞാൻ പറഞ്ഞു സ്റ്റഡി പീരീഡ് ഉണ്ട്. CA ആർട്ടിക്കിൾഷിപ്പിന് ശേഷം സ്റ്റഡി പീരീഡ് 6 മാസം. 6 മാസത്തിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ? CA ഫൈനലും ഏകദേശം ഒരു 8 months. ഓക്കെ, 8 months വേണമെന്നില്ല, നിങ്ങൾക്ക് 6 months കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? CA ഫൈനലിലോട്ട് ചെയ്യാൻ പറ്റും. 2 months കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം വീണ്ടും അഡ്വാൻസ്ഡ് ITT ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്, അതിന് വീണ്ടും 1 months. ഇതാണ് ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 months. അതായത് എത്ര വർഷം? 4 year, 4 വർഷം വേണം CA ഫൗണ്ടേഷൻ CA എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് നേടാൻ വേണ്ടി. ഇനി CA കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടോ കാര്യങ്ങളൊക്കെ, എന്തുകൊണ്ട് നിങ്ങൾ CA സെലക്ട് ചെയ്യണം? ഒന്നും പറയാം, നമുക്കറിയാം CA എന്ന് പറയുന്നത് എന്താ പറയാ ഗ്ലാമറസ് പോസ്റ്റ് ആണ്. നമുക്കറിയാം ആളുകളുടെ വാല്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൈ ഡിമാൻഡ് ആണ്. നമുക്കറിയാം ബിസിനസ് കൂടുന്നതിനനുസരിച്ച് CAയുടെ വാല്യൂ എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സാലറി പാക്കേജ് നമ്മൾ CA കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 80. ഇപ്പൊ എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ട്, ഓക്കെ, പുള്ളിക്കാരന് CA കഴിഞ്ഞു. ഉടനെ തന്നെ CA കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഫസ്റ്റ് പാക്കേജ് ആയിട്ട് സാലറി പാക്കേജ് 80,000 രൂപയാണ് പെർ മന്ത്. ഓക്കെ, അപ്പൊ അത്രയും ഒരു നല്ലൊരു സാലറി പാക്കേജ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഗ്ലോബലി റെക്കഗ്നൈസേഷൻ ഉണ്ട്. കരിയർ സ്റ്റേബിൾ ആണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് ജോബ് കിട്ടാത്ത ഒരു അവസ്ഥയൊന്നും വരില്ല. ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പിന്നീട് വേറെ കോഴ്സസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സംഷൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CA പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്താണ്? പിന്നീട് സെക്യൂർ ആൻഡ് സെറ്റ് ആണ്. ഓക്കെ, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. പിന്നെ എക്സാമിന്റെ കാര്യം. എക്സാം നോക്കിയേ, നമുക്ക് ഇപ്പൊ CA ഫൗണ്ടേഷൻ ഒരു വർഷത്തിൽ 3 തവണയാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് ഇപ്പോൾ CA ഫൗണ്ടേഷനും CA ഇന്റർമീഡിയറ്റും ഒരു വർഷത്തിൽ 3 തവണ എക്സാം ഉണ്ടാവും. CA ഫൈനലിൽ 2 ഉണ്ടാവും. സോ നോക്കിക്കോ, CA ഫൗണ്ടേഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് 1 ജനുവരിയിലാണ്. ജനുവരി ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2025 ജനുവരിയിലെ അറ്റംപ്റ്റ് കഴിഞ്ഞു. ഓക്കെ, ഇനി വരുന്നത് മെയ് അറ്റംപ്റ്റ് ഉണ്ട്. മെയ്യിൽ അടുത്തൊരു എക്സാം കൊണ്ടുവരും. പിന്നെ സെപ്റ്റംബർ. ഓക്കെ ആണല്ലോ. ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് CA ഫൗണ്ടേഷന് CA ഇന്റർമീഡിയറ്റ് ഉണ്ടാവും. CA ഫൈനലിന് എത്ര അറ്റംപ്റ്റ് ഉണ്ടാവുള്ളൂ? വർഷത്തിൽ 2 അറ്റംപ്റ്റ് ഉണ്ടാവും. 2 തവണ എക്സാം കണ്ടക്ട് ചെയ്യും. മറ്റേത് എത്ര തവണ ICA കണ്ടക്ട് ചെയ്യും? 3 തവണ കണ്ടക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഡിമാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഡിമാൻഡ് ഉണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി വേറെ ഡൗട്ട് പല ആളുകൾക്കും ഇനി ഫീസാണ്. ഫീസ് ഏകദേശം എത്ര വരും എന്നുള്ളതാണ് ഡൗട്ട്. സോ ഫീസ് ഞാൻ പറഞ്ഞുതരാം. CA ഫൗണ്ടേഷനിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ CA ഫൗണ്ടേഷനിലോട്ട് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ CA ഫൗണ്ടേഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം. രജിസ്ട്രേഷൻ വരുന്നത് ഏകദേശം 9,000 സംതിങ് ആണ്. നമുക്കതൊരു 10,000 രൂപ.
CA ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുക. പ്ലസ് ഈ CA ഫൗണ്ടേഷൻ രജിസ്റ്റർ ചെയ്യുന്നത് തന്നെ ICAയുടെ ക്ലാസ്സസ് ഒക്കെ കിട്ടും. അവർ ഇംഗ്ലീഷിലാണ് ക്ലാസ്സസ് കൊടുക്കുന്നത്, നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മൾ CA എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് കോഴ്സാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെ ഇരുന്നിട്ടും എക്സാം എഴുതി പാസ്സായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ നിങ്ങൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിട്ട് പോകണമെന്നോ. ഇപ്പൊ കേരളത്തിൽ അറിയാം. ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. CA ഫൗണ്ടേഷൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 80,000 മേടിക്കുന്ന ആളുകളുണ്ട്. CA ഫൗണ്ടേഷൻ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം 50,000, 70,000, 30,000. ഒരു 30,000ന്റെ എബോ ആണ് എന്ത് ചെയ്യുന്നത് CA ഫൗണ്ടേഷൻ പഠിക്കാനുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളത് വെറും 3,500 രൂപക്ക് നമ്മളത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. സോ നോക്കിക്കോ, ഈ 10,000 രൂപ ICA മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ സ്റ്റഡി മെറ്റീരിയൽ തരും, ക്ലാസ്സസും തരും. പക്ഷെ അവർ തരുന്ന ക്ലാസ്സസ് എന്തായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും. ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ CA ഫൗണ്ടേഷൻ ക്ലാസ്സസ് മലയാളം കൂടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ 10,000 രൂപ രജിസ്ട്രേഷൻ, അതിലാണ് അവർ ക്ലാസ്സസിനുള്ള പേയ്മെന്റും അതുപോലെ തന്നെ മെറ്റീരിയൽ അവർ തരും. ICI ട്യൂബ്, അത് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ അവർ എല്ലാ വർഷവും എല്ലാ അറ്റംപ്റ്റിനും ഒരു റെഗുലർ ആയിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് രജിസ്ട്രേഷൻ എമൗണ്ട്. ഇത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ, CA ഫൗണ്ടേഷനും CA ഇന്റർമീഡിയറ്റും CA ഫൈനലിനും ഉണ്ട്. ഓക്കെ, അപ്പൊ CA ഫൗണ്ടേഷന് രജിസ്ട്രേഷൻ 10,000, പിന്നെ 1,500 നിങ്ങളുടെ എക്സാം ഫീ പ്ലസ്. പിന്നെ അപ്പൊ എക്സാം ഫീ സാധാരണ CA എന്ന് പറയുന്ന പുറത്ത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ നോക്കിക്കോ, ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുക വെച്ചാൽ 3,500 രൂപയാണ് നിങ്ങളുടെ ഫീ വരിക. ഓക്കെ, യെസ്. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിനനുസരിച്ച് വേരി ചെയ്യും. ഇപ്പോൾ പല പല നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് 6,000, 60,000, 70,000 ഒക്കെ മാറും. അപ്പൊ ഈ എമൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അടുത്തതാണ് CA ഇന്റർമീഡിയറ്റ്. CA ഇന്റർമീഡിയറ്റിന്റെ വീണ്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ഫീസ് വരുന്നത് 18,000 ആണ്. പ്ലസ് അതിന്റെ എക്സാം ഫീസ് 3,000. പിന്നെയും നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് എന്താ പറയാ എവിടെ പോയിട്ടെങ്കിലും പഠിക്കാം. അതായത് CA ഇന്റർമീഡിയറ്റ് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ ആയിട്ട് മേടിക്കാം. അതിലും പല പല 1 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 1.5 ലക്ഷം മേടിക്കുന്നവരുണ്ട്. അതെന്ത് ചെയ്യും, അതിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് ഏത് ഇവിടെ പഠിക്കണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും, അതിന്റെ ക്യാഷ് മാറിക്കൊണ്ടിരിക്കും. സപ്പോസ് നമുക്കൊരു ആവറേജ് പോവുകയാണെങ്കിൽ ഒരു 40,000 ഇടാം. ഓക്കെ, 40,000 രൂപ. ഓക്കെ, ഇത് നോക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു, ഇനി അടുത്തത് CA ഫൈനൽ. അപ്പൊ ഇതും ചേഞ്ച് ചെയ്യും. 40,000 ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുക പിന്നെ 0 കോസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നതിനനുസരിച്ച് മാറും. ഓക്കെ, ഇനി CA ഇന്റർമീഡിയറ്റ് ലാസ്റ്റ് വൺ. CA ഇന്റർമീഡിയറ്റിൽ നമുക്ക് രജിസ്ട്രേഷൻ വീണ്ടും ഏകദേശം 18,000 വരും. എക്സാം ഫീസും 3,000 പ്ലസ് ഇതും നിങ്ങൾ പഠിക്കുന്ന പോലെ 40,000 നമ്മൾ ഏകദേശം ഇടാന്ന് വിചാരിച്ചു. ഓക്കെ, 40,000. ഇത് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 40,000 എന്ന് പറഞ്ഞ കോസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, യെസ്. അപ്പൊ CA ഫൈനലിന്റെ കോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു ITT ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു അല്ലെ. ITT ഓറിയന്റേഷൻ ആക്ച്വലി നമുക്ക് 2 തവണ ഉണ്ട്. ITT ഓറിയന്റേഷൻ അതിന് ഏകദേശം നിങ്ങൾക്ക് ചെലവ് ഒരു 15,000 രൂപ വരും. ഇത് നോക്കണം, CA ഇന്റർമീഡിയറ്റ് ശേഷം ITT ഓറിയന്റേഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ് ITT ഓറിയന്റേഷനും ഉണ്ട് ഫൈനലിന് ശേഷം. ഞാൻ ജേർണി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനും ഒരു 10,000 വരും. ഇതാണ് ടോട്ടൽ ഫീസ്. അപ്പൊ നമുക്ക് എല്ലാം പാടെ എന്ത് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. എത്ര ഫീസാണ് നമുക്ക് വരുന്നത് നോക്കാം. അപ്പൊ ഫീസ് വരുന്നത് നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 15,000 രൂപ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് മേടിച്ചാണ് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 15,000 രൂപയാണ് നിങ്ങൾക്ക് ആകെ ചെലവ് വരിക. പിന്നെ CA ഇന്റർമീഡിയറ്റിന് നിങ്ങൾക്ക് 61,000 രൂപ ആകെ ചെലവ് വരും. CA ഫൈനലിന് 61,000, ITT ഓറിയന്റേഷൻ 30,000 രൂപ വെച്ച്. അങ്ങനെ ടോട്ടൽ എത്ര എമൗണ്ട് വരും? 1,67,000 രൂപ. ഓക്കെ, വിത്ത് ക്ലാസ് അടക്കം. ഓക്കെ, യെസ്. ഇനി സെൽഫ് സ്റ്റഡി ആണ്, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരിക 83,500 രൂപ മാത്രം കൊണ്ട് നിങ്ങൾക്ക് CA എന്ന് പറയുന്ന ഒറ്റ മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും ആ നമ്മുടെ പഠിച്ച ഫുൾ കോസ്റ്റ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത് CA എന്ന് പറയുന്നതിന്റെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് ഫീസിന്റെ സ്ട്രക്ചർ. ഇനി പല ആളുകളുടെയും ഡൗട്ടാണ്, CA എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും നമ്മളെ തളർത്തുകയായിരിക്കും. സോ CA ആർക്കൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക? സാധാരണ CAയിലോട്ട് വരുന്നത് അത്യാവശ്യം പഠിക്കുന്ന ബുജികൾ എന്നൊക്കെ പറയില്ലേ, അവരാണ് CAയിലോട്ട് എൻട്രി ചെയ്യുന്നത്. പക്ഷെ CAയുടെ പാസിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 10%, 12% ഒക്കെയാണ് പാസ്സാവുന്നത്. അതായത് ഒരു CA ഫൗണ്ടേഷൻ എന്ന് പറയുന്ന എക്സാമിൽ 100 ആളുകൾ എഴുതി കഴിഞ്ഞാൽ 12 ആളുകൾ മാത്രമാണ് പാസ്സാവുന്നത്.
ഓക്കെ. യെസ്, സി എ ഇന്റർമീഡിയറ്റും സി എ ഫൈനലൊക്കെ ഏകദേശം ഇതേ സെയിം അവസ്ഥ തന്നെയാണ്. ഓക്കെ, വേരിയേഷൻസ് ഉണ്ടാവും, ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ്. സോ അപ്പൊ ടഫ് ആണോ എന്ന് ചോദിക്കുന്നവർ, ഉറപ്പാണ്. നമുക്കറിയാം സാധാരണ ഒരു ബികോം കഴിഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഴിഞ്ഞാൽ ഇത്ര സാലറി കിട്ടും, 80,000 ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. പിന്നെ അതൊന്നും തന്നെ 2-3 വർഷം കൊണ്ട് അങ്ങനെ അത് ലക്ഷങ്ങളിലോട്ട് കടക്കും. യെസ്. അപ്പൊ ഇവിടെ ഇത്രയും സാലറി നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ സാലറി തരുവാടാ? ഇല്ല. അപ്പൊ ആർക്കും കിട്ടാത്തതാണ് ഡിമാൻഡ്. നമ്മുടെ സപ്ലൈ കുറയുമ്പോഴല്ല ഡിമാൻഡ് കൂടാ. ഇന്നും ഇന്ത്യയിൽ ആകെ 4 ലക്ഷം അതിൽ താഴെ ഉള്ളു സി എക്കാരുള്ളത്, ഇന്ത്യയിൽ ഫുൾ. ഓക്കെ. സോ അപ്പൊ അത്രയും ഡിമാൻഡ് ഉണ്ട് സി എക്ക്. അതുകൊണ്ട് തന്നെ അതിനുള്ള റിസ്ക്കും കൂടുതലാണ്. ഓക്കെ. യെസ്. അതായത് പാസ് ആവുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഒന്നാമത്തേന്ന് പറയുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് ഈ പാസ് ആവുന്ന ഈ ഒരു ക്രൈറ്റീരിയ ഡിഫിക്കൽട്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പറയുന്നത് ഇതിന്റെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, വാസ്റ്റ് ആണ്, കുറെ സമയമാണ്. ഓക്കെ. യെസ്. രണ്ടാമത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ പഠിച്ചപ്പോഴൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ക്ഷമ അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാല് സി എന്ന് പറയുന്നത് കുറെ സമയം എടുക്കും. ഓക്കെ. ഒന്നെന്ന് പറയുന്നത് 4 years, 4 വർഷം നമ്മൾ പഠിക്കണം. ഓക്കെ, 4 വർഷം പഠിക്കും വേണം, പ്ലസ് നമ്മൾ എന്ത് ചെയ്യും വേണം. ചില അറ്റംപ്റ്റ് ഒക്കെ നമുക്ക് പോകും, എല്ലാതും നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതേപോലെ പാസ് ആവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആവും. ഫെയിൽ ആവുമ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് കുത്തിരുന്ന് പഠിക്കേണ്ടി വരും അടുത്തൊരു അറ്റംപ്റ്റിലോട്ട്. അപ്പൊ പല ആളുകൾക്കും ഇങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും പോയിട്ട് നമ്മൾ കുറച്ച് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പൊ അങ്ങനെ പഠിക്കാൻ തയ്യാറാത്ത ആളുകളാണ് ഈ ആക്ച്വലി ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ അതിൽ മടി കാണിക്കുന്നത്. അല്ലാതെ കറക്റ്റ് ആയിട്ട് ICAയുടെ സിലബസ് വെച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ച ആളുകൾ ആരും എന്ത് ചെയ്യില്ല, CA ഫെയിൽ ആവത്തില്ല. ഓക്കെ. യെസ്. ഓക്കെ, അത് എൻ്റെ ഒരു ഗ്യാരണ്ടി ആണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ പഠിക്കാൻ തയ്യാറാണ് നിങ്ങൾ. പിന്നെ പഠിക്കുമ്പോൾ എത്ര അവേഴ്സ് ഒക്കെ പഠിക്കണം എന്ന് ചോദിച്ചാൽ ഒരു 5 to 6 hours ഒക്കെ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിയിലോട്ട് വന്നാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CA അല്ലാത്ത ഇതിനേക്കാൾ താഴ്ന്നുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. യെസ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സാമിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ എവറിഥിങ് നമ്മൾ പറഞ്ഞു. ഓക്കെ. യെസ്. ഇപ്പൊ നമ്മുടെ CA ഫൗണ്ടേഷനിൽ മാത്രമേ MCQ എന്ന് പറഞ്ഞ ഇതുള്ളൂ. CA ഇന്റർമീഡിയറ്റിന്റെ CA ഫൈനലിലൊന്നും ഞാൻ പാറ്റേൺ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ എനി ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. സോ സിയിലോട്ട് അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും CA നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാണോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എനിക്കറിയാം കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, വർക്ക് ചെയ്തിട്ടൊക്കെ. ഇപ്പൊ പല കോഴ്സുകളും അങ്ങനെ പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ ഡിഗ്രി നിങ്ങൾ ഒരു കോളേജിൽ പോയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിപ്പോ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്തിട്ട് പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോബ് ചെയ്തിട്ട് ഇത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ CA നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും. കാരണം ഇതിൽ എവിടെ പോയിട്ട് പഠിക്കുക എന്നുള്ളത്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടന്റ്. എക്സാമുകൾ കറക്റ്റ് ആയിട്ട് പാസ് ആവുക എന്ന് പറയുന്നത് അവിടെ ഇമ്പോർട്ടന്റ്. ഓക്കെ. യെസ്. അപ്പൊ സോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് CA ജോയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊമേഴ്സിൽ വേറെയും അതുപോലെ ഒരുപാട് കോഴ്സസ് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബുദ്ധിപൂർവ്വം ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക കോഴ്സ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. കാരണം ഒരു വട്ടം തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഓക്കെ. സോ എന്ത് ചെയ്യുക, നല്ലൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കുക. താങ്ക് യു.